യേശുവിലേക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ജീവിക്കുന്നവനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധ്യനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ അടിച്ചുകൊണ്ട് സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. ഒരുമിച്ച് തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ ശ്രുതികട. ഹല്ലേലൂയ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധന യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തേജസ്സുകൾ ശ്രമിച്ച് പ്രാർത്ഥിക്കുക. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. ശ്രുതികട. ഹല്ലേലൂയ. തേജസ്സിൽ നിന്നുഭവൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിൽ
കൈകൾ നിൻ കൈക്ക് എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധന യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിൽ നിന്നുകരും ഹൃദയത്തിലാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ നമ്മൾ ആരാധനയിലേക്ക് പങ്കെടുക്കുകയാണ്. ജീവിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിങ്ങൾ എവിടെയായിരുന്നാലും വിശ്വാസത്തിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാകണം. ഈ ഒരു 1.5 മണിക്കൂർ സമയം കർത്താവിൻ്റെ സമയമാണ്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ കൂടെ ആയിരിക്കുവാൻ ഈ നിമിഷം തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തെ നിന്നിൽ ഉറപ്പിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങള് അങ്ങയോടുള്ള സ്നേഹം പ്രഘോഷിക്കാൻ അങ്ങ് ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധി വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുപരാ തേജസ്സും നിന്നുകരും ഹൃദയത്തിലാനന്ദമേ. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ മക്കൾ ഈ ഒരു നിമിഷം വരാൻ വേണ്ടി, ചൊവ്വാഴ്ച 11:30 മണി വരാൻ വേണ്ടി കാത്തിരുന്നവരാണ്. ഇപ്പോൾ ലൈനിലെ ഓരോ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെ ഇപ്പോഴേ ഈ ആരാധന നിൽക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ എന്നെ വിളിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ കൂടെ ഇപ്പോൾ ലോകാന്തരങ്ങളിലെ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അങ്ങയുടെ വിശുദ്ധമായ വലതുകരത്താൽ സ്പർശിക്കണമേ. അടിപ്പണ പോലെ കാലം പോലെ ദൈവിക ശക്തി ആവശ്യിക്കട്ടെ. രോഗങ്ങള് സുഖമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. പ്രാർത്ഥിക്കുക. ആരാധന യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. കർത്താവായ ദൈവമേ, ലോകാന്തരങ്ങളിലെ കോവിഡ് മുഖേന വേദനിക്കുന്ന നില തെറ്റിപ്പോയ എല്ലാവരെയും, മനസ്സിടിഞ്ഞു പോയ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എത്രയും വേഗം വിനാശത്തിന്റെ കൊടുങ്കാറ്റ് ഞങ്ങളെ യേശുനാമത്തിലെ കടന്നു പോകട്ടെ. സന്നിധി വസിച്ചോ
വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുപരാ, വണങ്ങുന്നു ഞാൻ തേജസ്സും നിന്നുകയും പ്രിയപ്പെട്ടവരെ, സങ്കടത്തിൽ വിഷമിക്കുന്നവരെ, ഇപ്പോൾ 2004 ഡിസംബർ 7 പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നാണ്. എന്നിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ദുരന്തവും അതുപോലെ ഉണ്ടാകുന്ന സങ്കടങ്ങളുമൊക്കെ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ വിഷയങ്ങളിൽ വിശ്വാസികൾ കൈവരിക്കേണ്ട നിലപാടാണ്. ദുരന്തങ്ങളൊക്കെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് ഉണ്ടാകും, ചില സമയത്ത് സബ്സിഡി ആകും. പക്ഷേ ഈ സമയങ്ങളിലെല്ലാം വിശ്വാസികൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് ദൈവത്തോടുള്ള വിശുദ്ധിയുള്ള പ്രാർത്ഥനയാണ്. അതാണ് നമ്മളെ പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് ഇതിനെ ചെറുക്കാൻ. പിശാചിനെ പോലും ദൈവം സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഫെയ്ത്ത് എന്നാ പറയണത്. നിങ്ങൾ വിശ്വാസം ഉറച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുവിൻ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് എന്ത് ദുരന്തമായാലും ഏത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളായാലും വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ പ്രാർത്ഥനയെ പ്രതിരോധിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എല്ലാ ദുരന്തങ്ങളെയും ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെയും വിശ്വാസികള് വിശ്വാസത്തില് ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ കൃപയാൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി എൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊന്നും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊന്നും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകയില്ല. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകയില്ല. പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി നാവ് പൊങ്ങാത്ത മക്കളുണ്ട്. കർത്താവേ, അതോടെ വ്യതകള്, അതോടെ വേദനകള്, ഹൃദയം ഇടുങ്ങി പോയവര്, മനസ്സ് തകർന്നു പോയവര്, കർത്താവേ, അവരെ സ്പർശിക്കണമേ. കർത്താവേ, ഈ നിമിഷം സ്പർശിക്കണം. കർത്താവേ, ദൈവത്തിന്റെ കണ്ണ് ചെറിയട്ടെ. ശ്രുതികളെ പ്രിയമുള്ളവരെ, വലിയ ഒരു അത്ഭുതമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ ഒരു സൗഖ്യം പൂർണ്ണമായിട്ട് വിശ്വാസികൾ ഏറ്റെടുത്തതിൻ്റെ സൂചനയായിട്ട് മണിക്കൂറിൽ തന്നെ 1000 പേരൊക്കെയാണ് ന്യൂയോർക്ക് ആശുപത്രിയിൽ കൊറോണ സുഖപ്പെട്ട മലയാളിയുടെ സാക്ഷ്യം ആൾക്കാർ കണ്ട് കമൻ്റ് ചെയ്യണതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഒരു സാക്ഷ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പരിശുദ്ധ അമ്മ ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ സാജുവിൻ്റെ വൈഫ് ആണ് ഉടമ്പടി ചെയ്തത്. അവർ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞത്, അമ്മ കോവിഡിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ബെഡിലോട്ട്
അമ്മ ബൈ പേഴ്സൺ വ്യക്തിപരമായിട്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചത്. അപ്പം നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ, അതായത് വിശ്വാസിക്ക് ഇന്നും ഒരു അനുഗ്രഹത്തിന്, അതായത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ മക്കളെ വാട്ട് ഹാപ്പൻ ടു അസ് ദാറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. അതിലൊരു കഥയുമില്ല. എന്ത് നമുക്ക് സംഭവിക്കുന്നതല്ല, ഹൗ യു പ്രസൻറ്റ് ഇറ്റ്, ഹൗ യു ഫേസ് ഇറ്റ്. നീ അതെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്. ദാറ്റ്സ് എ പ്രോബ്ലം. നമുക്കെന്ത് സംഭവിക്കണമെന്നല്ല പ്രശ്നം, നമ്മളതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യണത്. ഇപ്പോൾ സാജുവിൻ്റെ വൈഫ് എന്താ പറഞ്ഞത്, ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഞാനതിൽ വിശ്വസ്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മ ബൈ പേഴ്സൺ എൻ്റെ ഭർത്താവിൻ്റെ ബെഡിലോട്ട് അമ്മ ചെല്ലണം. എൻ്റെ മകനെ ചങ്ക കൊണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിനത് മനസ്സിലാകും. നമ്മളിങ്ങനെ ഒക്കട്ടെ പൊട്ടക്കണേരം മാവിട്ടറിയണേ കിട്ടിയ ഊട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് കുളമായി പോണത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മര്യാദക്ക് ചങ്കെ കൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിഷമസന്ധികളിലെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുടെ വരത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്ന് നൽകണമേശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്ന് നൽകണമേശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മ അവർക്ക് സിസ്റ്ററിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഒന്നോർക്കണം, സാജു ബെഡിൽ കിടന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്ത് അമ്മയാണെന്ന് അറിയത്തില്ലല്ലോ, സിസ്റ്ററാണെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈ കോവിഡ് വാർഡല്ലേ, ഇത്രയും പേര് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ഈ വാർഡിലേക്ക് മാസ്ക് ഇല്ലാതെ, അതുപോലെ തന്നെ ടാഗില്ലാതെ എങ്ങനെയാണ് സിസ്റ്റർ പ്രവേശിച്ചതെന്ന് അയാൾ ചോദിച്ചു. ആ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സാജു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, അത് ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അയാൾക്ക് തോന്നി എന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം വന്നു, 3 പ്രാവശ്യം, 3 ദിവസങ്ങളായിട്ടല്ലേ വരണത്. ഈ 3ാമത്തെ ദിവസമാണ് ട്യൂബെല്ലാം ഊരിയെടുത്ത് മാറ്റണത്, അയാൾ സൗഖ്യപ്പെട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴേ അത് എൻ്റെ മനസ്സിൽ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് 2 പടം അമ്മ അവർക്ക് കൊടുത്തു. ദാറ്റ് ഇസ് വെരി സീരിയസ്. 2 പടം കൊടുത്തു. ഒരു ചിത്രമെന്ന് പറയുന്നത് ഡിവൈൻ മേഴ്സിയുടെ ചിത്രമാണ്. ദാറ്റ് ഇസ് ഓക്കെ. ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ ചിത്രം. അത് കേട്ടപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇപ്പോൾ തത്സമയം ജപമാല നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ദിവസവും. അപ്പോൾ അവരെല്ലാം കൃപയിൽ നിൽക്കുക. അവരെന്നോട് പറഞ്ഞത്, ഡിവൈൻ മേഴ്സിയുടെ ചിത്രമല്ലേ അമ്മ കൊടുത്തത്, അതിന് നല്ല ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉടനെ വന്നത്, മാർപ്പാപ്പ ഈ ദിവസങ്ങളിലല്ലേ കരുണയുടെ മാതാവേ എന്ന് 2020 ഡിസംബറിൽ നമ്മുടെ ലുത്തീനിയയിലേക്ക് ഒരു സുഹൃതമണി കൂട്ടിച്ചേർത്തത്. കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ഇത് ഞങ്ങളെ തിരിച്ചറിഞ്ഞോടുകൂടി പിന്നെയും കുറേ, അതായത് അതായത് മാർപ്പാപ്പ ഇത് ജൂൺ 20-ാം തീയതിയാണ് ഇത് പ്രഖ്യാപിക്കണം, ജൂൺ 19 സാജുവിന് അമ്മ ദൈവകരുണയുടെ ചിത്രം കൊടുക്കുന്നത് ഒരു മെയ് 20 അടുത്താണ്. ദാറ്റ് മീൻസ് കരുണയുടെ മാതാവ്, ഇതിങ്ങനെ ചില വിഷയങ്ങൾ സഭയിൽ നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ അമ്മതിന് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭ മാതാവ്, അപ്പം ആദ്യം 1858
ഞാൻ ബെർണീതയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെടുക 1858 എന്നിട്ട് അമ്മ എന്താണ് പറഞ്ഞത്? ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭവയാകുന്നു. അത് എന്തിൻ്റെ സ്ഥിരീകരണമാണ്? അത് 1854 മാർച്ച് 25 പരിശുദ്ധ പിതാവ് പയസ് 9 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ അമ്മ അമലോത്ഭവയാകുന്നു എന്നുള്ള വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതിന് ശേഷം അതിൻ്റെ സ്ഥിരീകരണമായിട്ടാണ് ലൂർദിൽ ബെർണീതായ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അമലോത്ഭവയാകുന്നു എന്ന് പറയണത്. ഏതാണ്ട് അതുപോലൊരു വിഷയമാണ് ഇപ്പോൾ വരണത്. അതായത് മെയ് 20 ദൈവകരുണയുടെ ചിത്രം പരിശുദ്ധ അമ്മ രോഗിക്ക് മാറുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ജൂൺ 20 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ ദൈവകരുണയുടെ മാതാവ് എന്ന് ഉള്ള സുഹൃതമണി സഭയുടെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പം അമ്മയിൽ തന്നെ ദൈവകരുണയുടെ മാതാവാണ്. അത് സാജു പറയണത് കൃപാസന അമ്മയാണ് വന്നതെന്ന്. അതിന് അവർ പറയണത് ഈ 3 പ്രാവശ്യം വന്നിരിക്കുന്നത് ചാര ഉടുപ്പിട്ടുള്ള സിസ്റ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാജുവിൻ്റെ വൈഫ് അത് കാണിച്ചു കൊടുക്കുക. ചിത്രം ഈ ഏത് ചിത്രമാണെന്ന് നോക്കുമ്പോൾ സാജുവിന് കൃപാസന അമ്മയെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ചിത്രം കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഈ അമ്മയാണ് വന്നതെന്ന് പറയും, ഈ അമ്മയാണ് വന്നതെന്ന് പറയും. ദാറ്റ് മീൻസ് കൃപാസന അമ്മയിലെ ദൈവകരുണയുടെ മാതാവാണ് ശരിക്കും. ഇതൊക്കെ പറയേണ്ടത് ഞാനല്ല ശരിക്കും. ഇതൊക്കെ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. തിരുസഭയാണ് ഇതൊക്കെ പറയേണ്ടത്. തിരുസഭ പറയാത്തിടത്തോളം കാലം ഞാൻ പറയുന്നതിനകത്ത് വലിയ കഴമ്പില്ല. കാര്യം തിരുസഭയാണ് ഈ വിഷയങ്ങളൊക്കെ പഠിക്കേണ്ടത്. കാര്യം ഞാനിങ്ങനെ തിരിച്ചറിയുന്ന ചില അടയാളങ്ങൾ ഷെയർ ചെയ്യണം മാത്രമേ ഉള്ളൂ ശരിക്കും. പക്ഷേ ഇത് വലിയ വലിയ സത്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ആ മനുഷ്യൻ ഉടനെ സുഖപ്പെട്ടല്ലോ. കോവിഡിൻ്റെ കാലത്ത് ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുന്ന വലിയൊരു കൃപാസനത്തിൽ മനുഷ്യൻ കൃപാസനത്തിൻ്റെ ശക്തി, കൃപാസനം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഇപ്പോൾ ഹെബ്രായ ലേഖനം നമ്മൾ 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം. സ്തുതികട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ആരാധന ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിച്ച മക്കളെ. ഹെബ്രായർ 4:16. അതിനാൽ ഏറ്റു പറഞ്ഞേ, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു ഭയങ്കര മുദ്രവചനമാണ്. ഒന്നിനെ ഏറ്റു പറഞ്ഞ്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനമാണ്. സിംഹാസനം എന്ന് പറയുന്നത് എന്താണ്? ഇരിപ്പിടം. കൃപാവരത്തിന്റെ സിംഹാസനം എന്താണ്? കൃപാസനമാണ്. കൃപാസനത്തിൽ നമുക്ക് എന്താ ലഭിക്കണത്? കൃപാസനം ആരാ? കൃപാസനം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ആരാ? അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടത് 4:15. ഹെബ്രായർ 4:15. നമ്മുടെ ബലഹീനതയിൽ ഏറ്റു പറഞ്ഞേ,
നമ്മുടെ ബലഹീനതയിൽ നമ്മോടൊത്ത് സഖ്യത്തപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ആരാണ്? ഈശോ. ഈശോയാണ് കൃപാസനം. ഈശോയിൽ നിന്നാണ് നമുക്ക് വേണ്ട സമയത്ത് കരുണ ലഭിക്കുന്നത്. ഈശോയിൽ നിന്ന് ലഭിക്കുന്ന കരുണയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ആ കരുണ നമുക്ക് ലഭിക്കുന്നത്. കാര്യം എന്താണ്? അമ്മയും വാഗ്ദാന പേടകമാണ്. ഈശോനെ ഉള്ളിൽ ഒതുക്കിയ വാഗ്ദാന പേടകമാണ് അമ്മ. വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപാസന സ്ഥാനം, ഈശോൻ്റെ സ്ഥാനം. അപ്പം സമ്പൂർണ്ണ കൃപ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടിക്ക് ദൈവത്തിൻ്റെ സ്ഥിരീകരണമായില്ലേ? അപ്പം ചിലർ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചത്, നമ്മുടെ തീർത്ഥാടന ഉടമ്പടി പോലെ ഓൺലൈൻ ഉടമ്പടി പവർഫുൾ ആകുമോ അച്ഛാന്നാണ് ചോദിച്ചത്. ഞാനതിന് മറുപടി പറഞ്ഞില്ല. കാര്യം എന്താണ്? ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണത്. അതിനെ അസൈൻ ചെയ്യുന്ന ചുമതല ആർക്കുള്ളതാണ്? അത് നമ്മുടേതല്ല. ഞാനിങ്ങനെ ഏകപക്ഷീയമായിട്ട് അതുപോലെ തന്നെയാണ് ഇതും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയേണ്ടത് അമ്മയാണ്, അല്ലെങ്കിൽ ഈശോയാണ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. ഇപ്പോഴേറ്റവും വലിയ സാക്ഷ്യം ലഭിച്ചിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആർക്കാണ് ദൈവകരുണ ലഭിക്കുന്നത്? കൃപാസനത്തിൽ നിന്ന് വേണ്ട സമയത്ത് കരുണ ലഭിക്കുമെന്ന് ഹെബ്രായർ 4 നമ്മൾ 16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കുന്നത്? വേണ്ട സമയത്ത് കൃപാസനത്തിൽ ദൈവകരുണ ലഭിക്കുമെന്ന് നമ്മൾ ഹെബ്രായർ 4:16 വായിച്ചു. പക്ഷെ ആർക്കാണ് കൃപ ലഭിക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്. ആർക്കാണ് കൃപ ലഭിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50 അവിടുത്തെ ഭക്തരുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, ഏറ്റു പറഞ്ഞേ, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പരിശുദ്ധ അമ്മ എന്താണ് വെളിപ്പെടുത്തിയത്? നിങ്ങൾക്കറിയാം. ഇപ്പോൾ എലിസബത്തിനോട് പറഞ്ഞതിന് ശേഷമുള്ള സ്വസ്ത്രഗീതങ്ങളാണ് ഈ സംഭവം മുഴുവനും. സ്വസ്ത്രഗീതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വിശുദ്ധ ലൂക്ക പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്.
സ്വസ്ത്രഗീതം എവിടുന്ന വരണമെന്ന് ലൂക്ക പറയും. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന 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 എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്ക് യോഗ്യത എവിടെയെന്ന് അപ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അമ്മയാണെന്ന് ഡിക്ലെയർ ചെയ്യാം, പ്രഖ്യാപിക്കും. ആ അഭിഷേകത്തിലാണ് സ്വസ്ത്രഗീതം വരുന്നത്. സ്വസ്ത്രഗീതത്തിലാണ് പറയണത്, ദൈവത്തിൻ്റെ കരുണയുടെ കാലം തുടങ്ങുകയാണ്. ദൈവം ആരോടാണ് ആദ്യം കരുണ കാണിക്കുന്നത്? അവിടുത്തെ ഭക്തരുടെ മേൽ. അപ്പോൾ നമ്മൾ മരിയ ഭക്തി എന്നല്ല നമ്മൾ പറയേണ്ടത്. മരിയ ഭക്തി എന്ന് മനസ്സിലാച്ച് അത് ദൈവത്തോടുള്ള ഭക്തിയിലേക്കുള്ളൊരു മാർഗമാണത്. മരിയ ഭക്തി ഒന്നും ഉടമ്പടിയുടെ ലക്ഷ്യമല്ല. ഉടമ്പടി അതിനെ മാർഗമാക്കുകയാണ്. മരിയ ഭക്തി എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള മാധ്യമമായിട്ട് അമ്മയെ നമ്മൾ സ്വീകരിക്കുകയാണ്, അമ്മയുടെ ജീവിതകാലം മുഴുവനും. അപ്പോൾ ഉടമ്പടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പരിശുദ്ധ അമ്മ വഴി ചെയ്യുന്ന ഉടമ്പടിയാണ്. അത് പരമാവധി അതിനോട് വിശ്വസ്തത കാണിക്കുന്നത് ശരിക്കും ദൈവത്തോട് നമ്മൾ ഭക്തി കാണിക്കുകയാണ്. ഇപ്പോൾ ചിലർ ഇപ്പോൾ തത്സമയ ജപമാലയുടെ സമയത്ത് അവർ വിളിച്ച് ചോദിച്ചു, ഓൺലൈനിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് തെറ്റിപ്പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേ അതിനുള്ള മറുപടി ഇതാണ്, എൻ്റെ മക്കളൊരു മനസ്സാപ്രകടനം ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. വേറെ ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിയാണത്. നിങ്ങളതിനോട് വിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോടും വിശ്വസ്തത കാണിക്കും. ദൈവത്തിൻ്റെ കരുണ. അപ്പം നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലുമ്പോൾ കർത്താവ് നിങ്ങളുടെ കഷ്ടപ്പാട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇന്ന് വരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞത് എന്താണ്? അവരുടെ യോഗ്യതയാൾക്കുപരി ദൈവത്തിൻ്റെ കരുണയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കുഷ്ഠരോഗിയില്ലേ, കുഷ്ഠരോഗി വരുമ്പോഴേ അവനെ കാണുമ്പോഴേ കർത്താവിനുണ്ടാകുന്നൊരു ഭാവപ്പകർച്ച മർക്കോസ് പറയുന്നുണ്ട്. ഈ കരുണ എങ്ങനെയാണ് ഉണ്ടാകണതെന്ന്. ദൈവത്തിലുള്ള കരുണ നമ്മളിലേക്ക് വരാൻ എന്താണൊരു മാർഗം? ആ കുഷ്ഠരോഗിയുടെ ഒന്നെങ്കിൽ അവൻ്റെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ ദൈവത്തിൻ്റെ മനസ്സലിയിക്കണതായിരുന്നു. ശരീരഭാഷയിലാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കണത്, അല്ലേ? പച്ചൻ മുട്ടയെന്ന് പ്രാർത്ഥിക്കും, കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കും, ഇല്ലേ? അപ്പം നിങ്ങളും അതുപോലെ മുട്ടയെന്ന് ഇറങ്ങി പ്രാർത്ഥിക്കും. ചില മുട്ടയിലേക്ക് നമുക്ക് മാതാവിൻ്റെ മുമ്പ് മുട്ട നിരക്കുമ്പോൾ നമ്മുടെ മുട്ട ചോര പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ പാൻസ് ഉരഞ്ഞ് മുട്ടുരഞ്ഞ് ചോര വന്നിട്ട് കടലിൽ പോയി കഴുകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചതല്ല, ഒരു സഹോദരൻ എനിക്ക് കാണിച്ചു തന്നതാണ് അങ്ങനെ അവിടെ ഡിവോഷൻ നടത്തേണ്ടതെന്ന്. അപ്പം മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചിരിയൊക്കെ വരും, പക്ഷേ അതല്ല, അതൊരു ഭക്തിയാണ്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു ആദരവാണ് നമ്മുടെ. അപ്പം അത് കാണുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തെന്ന് ദൈവത്തിന് തോന്നും, ദൈവത്തെ. അപ്പം മനസ്സലിയും. അതാണ് കുഷ്ഠരോഗി ഇതുപോലെ എന്തോ പരിപാടി കാണിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയുടെ ശരീരഭാഷ ബൈബിൾ എഴുതിയിട്ടില്ല, പക്ഷേ ബൈബിൾ അതിൻ്റെ ഇഫക്റ്റ് പറയുന്നുണ്ട്. എന്താ പറയണത്? അവിടുന്ന് മനസ്സലിഞ്ഞു. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 1:41. അവിടുന്ന് മനസ്സലിഞ്ഞു.
കൈനീട്ടി അവനെ സ്പർശിച്ചു. ആരെ? കുഷ്ഠരോഗിയെ. നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണ പാർട്ടിയാണ്. പൊതു നിയമമാണ് നടക്കുമ്പോൾ മണിയടിച്ച് നടക്കണമെന്ന്. ഇപ്പം നമ്മുടെ മാസ്കൊക്കെ വെച്ച് 2 മീറ്റർ അകലത്തിലല്ലേ നടക്കണത്. കർത്താവ് നിന്നെ കാണുമ്പോൾ മാസ്ക് വെക്കത്തില്ലെന്നല്ലേ ഇപ്പം പറയണത്, അടുത്ത് വരുമെന്നല്ലേ പറഞ്ഞത്. അതല്ല സാജു അമ്മയോട് ചോദിക്കണം, അമ്മ എന്താ മാസ്ക് വെക്കാത്തതെന്ന്. മാസ്ക് വെക്കാതെ നിൻ്റെ അടുത്തേക്ക് വരും. ആ ദൈവം അന്നും വെച്ചിട്ടില്ല മാസ്ക്, ഇന്നും വെച്ചിട്ടില്ല. അതാണ് മർക്കോസിൻ്റെ 1:41 പറയണത്. അവിടുന്ന് മനസ്സലിഞ്ഞു അവനെ സ്പർശിച്ചു. സ്പർശിക്കാൻ പാടില്ലാത്തതാണ് നിയമപരമായിട്ട്. ദൈവം നിയമം നോക്കിയല്ല നിന്നോട് കരുണ കാണിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ഉണ്ടായിരിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 1:41 അതിമനോഹരമാണ്. അതായത് ഈശോ ആ കുഷ്ഠരോഗിയുടെ ശരീരഭാഷ, അവൻ്റെ കണ്ണ് നിറഞ്ഞ അവസ്ഥയോ, അവനെ നിസ്സഹായത കൈ മലർത്തുന്ന അവസ്ഥയോ, ആ മുട്ടി നിന്ന അവസ്ഥയോ, വാട്ട് വിൽ ബി ദ സൈൻസ് ആൻഡ് ജസ്റ്റിസ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രയർഫുൾ. അവൻ്റെ ഒരു പ്രാർത്ഥന പോലെയാണ് ഈശോ അവൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്തത്. ആ പ്രാർത്ഥനയിലെ അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ അമ്മയുടെ വചനമില്ലേ? ലൂക്ക 1:50 അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. മർക്കോസിൻ്റെ 1:41 എന്താണ്? അവിടുന്ന് മനസ്സലിഞ്ഞു തൻ്റെ കാരുണ്യം കാണിക്കുകയാണ്. തലമുറകൾ തോറും ഉണ്ടായിരിക്കണം. ആളുടെ മേലാണ്? തൻ്റെ ഭക്തരുടെ മേൽ. ആ കുഷ്ഠരോഗിയുടെ ഭക്തിയും ആ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥനയും ദൈവത്തിന് മനസ്സലിച്ചെങ്കിൽ, ദൈവവേദലേ നിൻ്റെ മുമ്പിലിരിക്കുന്ന കർത്താവിൻ്റെ മനസ്സലിയിക്കാൻ നിൻ്റെ ഭക്തിയും നിൻ്റെ പ്രാർത്ഥനയും നിന്നെ സഹായിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ. അവിടുന്ന് തന്നെ ലൂക്ക 1:50 പ്രാർത്ഥിക്കുന്ന കർത്താവേ, തലമുറ തോറും അവിടുന്ന് കാണിക്കുന്ന ഭക്തരോട് കാണിക്കുന്ന ഭക്തി എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുവാൻ കർത്താവേ, മർക്കോസിന്റെ 1:41 പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ കുഷ്ഠരോഗികളെ കാണിച്ച മനസ്സലിവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുവാൻ കർത്താവേ, എൻ്റെ ഭക്തിയെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് എപ്പോഴും മനസ്സുണ്ട്. ശ്രദ്ധിക്കുക, വചനം വളരെ ഹൃദ്യമാണ് ശരിക്കും. മർക്കോസിൻ്റെ 1:41 ഈശോ എന്നാ പറയണത്? കുഷ്ഠരോഗി എന്നാ പറഞ്ഞത്? അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ. പണ്ടൊരു മനുഷ്യൻ ഇതുപോലെ ഈശോനെ കണ്ടപ്പോൾ പറഞ്ഞത്, കർത്താവേ അങ്ങൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്ക് മാത്രം മതിയെന്ന് പറഞ്ഞു. സച്ച് ഫെയ്ത്ത്, ഗ്രേറ്റ്. എന്ത് ഫെയ്ത്താണ് ആ മനുഷ്യനുള്ളത്? ഒരു വാക്ക് മാത്രം. ദൈവത്തിൻ്റെ മനസ്സറിയിക്കണം മക്കളെ.
നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞല്ലേ ദൈവത്തിൻ്റെ മനസ്സലിയിക്കണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ മഹത്വം മഹത്വം കർത്താവേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കർത്താവിൻ്റെ മനസ്സലിയിക്കുന്നതിനുള്ള വചനമാണത്. എന്താണ്? റോമ 10:9. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റ് പറയണം. That is prayer. അതാണ് പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥനയുടെ സാരസംഗ്രഹം. വാട്ട് ഇസ് എ ജിസ്റ്റ് പ്രേയർ? ദാറ്റ് ജീസസ് ഇസ് ദ ലവ്. അതാണ് KCBC തിയോളജി കമ്മീഷൻ ഉടമ്പടിയെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞത്, ദിസ് ഈസ് ക്രിസ്റ്റോസെൻട്രിക് പ്രേയർ. ഉടമ്പടി ഒരു ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണെന്ന്. എന്താ കാര്യം? എല്ലാ പ്രാർത്ഥനകളും ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. എന്താണ് അത്? 10:9 റോമ. യേശു കർത്താവാണ്. അതാണ് കുഷ്ഠരോഗി പറഞ്ഞത്, അങ്ങ് കർത്താവാണ്. അതാണ് മർക്കോസിൻ്റെ 1:41, അങ്ങ് കർത്താവാണ്. അങ്ങ് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന്. ജീസസ് വാട്ട്സ് എന്ത് പറഞ്ഞു? ഞാൻ മനസ്സാകുന്നു. അതെ, നീ പറഞ്ഞ പോലെ ഞാൻ കർത്താവാണ്, ഞാൻ മനസ്സാകുന്നു. നിന്റെ രോഗം എന്ത് തന്നെയായാലും, നിന്റെ സാഹചര്യം എന്ത് തന്നെയായാലും ഞാൻ മനസ്സാകുന്നു, നീ സൗഖ്യമുള്ളവനാവുക. ശ്രുതികട ഹല്ലേലൂയ, ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ രക്ഷകാ കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് ഭക്തി കാണിക്കുമ്പോൾ കുഷ്ഠരോഗി അവൻ്റെ ഭക്തി പ്രാർത്ഥനയിലൂടെയും ശരീരഭാഷയിലൂടെയുമാണ് യേശുവിനോട് കാണിച്ചത്. അപ്പോൾ യേശുവിൻ്റെ മനസ്സ് ഉരുകി. ഞാൻ മനസ്സാകുന്നു നീ സൗഖ്യമുള്ളവനാവുക എന്ന് പറഞ്ഞു. ഭക്തിക്ക് ഈശോ മനസ്സലിവോടുകൂടി മറുപടി നൽകി അവനെ സുഖപ്പെടുത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാക്കി വിശ്വാസികളെ മാറ്റരുത്. പലരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടും, പക്ഷേ ഒറ്റപ്പെട്ട സംഭവമാക്കി അവരതിനെ മാറ്റും. എങ്ങനെയാ കാരണം? അതായത് എപ്പോഴും നമ്മുടെ ഭക്തി അത് സത്യസന്ധമാണെങ്കിൽ, ഇപ്പം ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ അല്ലേ? ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 33-ാമത്തെ വാക്യം ഈശോ എന്നാ പറഞ്ഞത്? കരുണ നമുക്ക് ലഭിക്കും, പക്ഷേ നമ്മളെന്ത് ചെയ്യണം? അത് ഒറ്റപ്പെട്ട സംഭവമാക്കി മാറ്റരുത്. കാരണം ദൈവം നിരന്തര കരുണയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ഇപ്പം നമ്മുടെ കരുണയുടെ അടിസ്ഥാനം എന്താണ്? ഈശോ നമ്മോട് കാണിച്ച കരുണയാണ്. അപ്പം നമ്മളുടെ ഭക്തി അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്നാ ചെയ്യണം? ആ ഭക്തി എപ്പോഴും റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് പത്രോസ് പറയണത്. 2 പത്രോസ് 1:5 എന്താ പറയേണ്ടത്? ഇക്കാരണത്താൽ ഒന്ന് പറഞ്ഞേ, പറഞ്ഞേ. നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും സമ്പൂർണ്ണമാക്കുവിൻ. ഭക്തി സമ്പൂർണ്ണമാകേണ്ടതാണ്. ഭക്തി സമ്പൂർണ്ണമാക്കണം എങ്ങനെയാണ്? ഭക്തി ഒരു തുടക്കമാണ്, അതിൻ്റെ പൂർണ്ണതയല്ല. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചതുപോലെ മർക്കോസ് മത്തായിയുടെ സുവിശേഷം 18:33 അനുസരിച്ച് കൊണ്ട് ഈ ഭക്തി മൂലമാണ് കരുണ ലഭിച്ചത് കുഷ്ഠരോഗിക്ക്. നമുക്ക് ഇപ്പോൾ ഭക്തി മൂലമാണ് കരുണ ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ മാറ്റിയാൽ പിന്നീട് ഒരിക്കലും ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഭക്തിയെ നമ്മൾ പൂർണ്ണതയിലെത്തിക്കണം. ഭക്തിയെ എങ്ങനെയാണ് പൂർണ്ണതയിലെത്തിക്കണത്? അതായത് ഭക്തിയെ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും സമ്പൂർണ്ണമാക്കുവേൻ. അപ്പോൾ ഭക്തിയെ സമ്പൂർണ്ണമാക്കുന്നത് 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, സഹോദര സ്നേഹം. സഹോദര സ്നേഹം ഇല്ലാതെ ഭക്തി കാണിച്ചിട്ട് കാര്യമില്ല. ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, അവിടെ ഹൃദയം എന്നിൽ നിന്ന് എത്രയും അകലെയാണെന്ന് ഈശോ പറഞ്ഞില്ലേ? അതാണ് വിഷയം. ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും പിന്നെന്താണ്? സഹോദര സ്നേഹം ഇങ്ങനെ തിരിച്ച് കാണിക്കുമ്പോൾ സ്നേഹമാകും. പക്ഷെ അതല്ല, ആ സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും, അതാണ് സംഭവം. കൊടുക്കുന്ന സ്നേഹം, പങ്കുവെക്കുന്ന സ്നേഹം ഉപവിക്കൊണ്ടും പരിപൂർണമാക്കുക. അപ്പോൾ ഭക്തിയെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്ന ഭക്തിയിലൂടെയാണ്.
പക്ഷെ കരുണയെ നിലനിർത്തണം എന്തുകൊണ്ടാണ്? സഹോദര സ്നേഹം കൊണ്ടും ഉപവി കൊണ്ടുമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവകരുണയെ സഹോദര സ്നേഹം കൊണ്ടും ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ ഇനി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതാണ് ലൂക്കാസ് സുവിശേഷം 6:36 പറയണത്, എൻ്റെ സുഖസ്ഥനായ പിതാവ് നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ കാരുണ്യവാനായിരിക്കും, എൻ്റെ സുഖസ്ഥനായ പിതാവ് കാരുണ്യവാനായിരിക്കുന്ന പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. കാര്യം ഭക്തിയുടെ സമ്പൂർണതയാണ് സഹോദര സ്നേഹത്തിലും ഉപവിയിലൂടെയും നമ്മൾ നേടുന്നത്. അതായത് സഹോദര സ്നേഹമോ ഉപവിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി നിരർത്ഥകമായി പോകും. നമുക്ക് കമന്നടിച്ച് വീഴാം. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ മണലിക്കൂടിയും ചരലക്കൂടിയും പാൻസ് കീറണവരെ മുട്ട് ഉരയണവരെ നമുക്ക് നീന്താൻ ഒരു കഥയുമില്ല. അങ്ങനെയുള്ള എല്ലാ ഇപ്പം നമ്മൾ പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഉമ്പ കളിക്കണം കണ്ടിട്ടില്ലേ? കളിച്ചോ, ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല പ്രാർത്ഥനയാണ്, എളിമപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. ചില ആൾക്കാർ ഉരുണ്ട് വയറുവേദന എടുത്തിട്ടുള്ള ആൾക്കാർ നേർച്ച നേർത്തിട്ട് പള്ളിയുടെ വാതിൽക്ക് കിടന്ന് ഉരുളണം കണ്ടിട്ടില്ലേ? ഉരുണ്ടോ? ഒരു പ്രശ്നവുമില്ല, നല്ലതാണ്. പക്ഷേ കാര്യം എന്ത് ഉരുൾച്ചയാണെന്ന് പറഞ്ഞാലും എന്ത് ഉമ്പ കളിച്ചാലും അത് അത്തരം ഭക്തിയെല്ലാം പൂർണ്ണമാകുന്നത് സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? കൊടുക്കുന്ന സ്നേഹത്തിലൂടെ, ഉപവിയിലൂടെയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാനൊരു ചെറിയ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത്, അതായത് നമ്മളിപ്പോൾ കരുണയെക്കുറിച്ച് പറഞ്ഞു, അച്ഛൻ നിങ്ങളോട് പറഞ്ഞു സഹോദര സ്നേഹം ഉണ്ടാകണം, ഉപവി ഉണ്ടാകണം എന്നൊക്കെ ഇല്ലേ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 5:45 മത്തായിയുടെ സുവിശേഷം 5:45 എന്താ പറഞ്ഞത്? ഞാൻ ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും മഴ പെയ്യിപ്പിക്കും. നോക്കിയേ, അപ്പോൾ ദുഷ്ടന്മാരുടെ മേലും കർത്താവ് കരുണ കാണിക്കുമെന്നാ. എന്താ കാര്യം? ദുഷ്ടനായ മനുഷ്യനിൽ പോലും കാരുണ്യമുള്ള ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോ ഏതാണെന്നറിയാം? ഒരു കരടിയാണ്. ഒരു കരടി, അതായത് ഒരു കാക്ക ഒരു തോട്ടിൽ ചിറകൊടിഞ്ഞ് വീണു, അത് ചാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു കരടി ആ റോട്ടിലൂടെ വരും. റോഡൊരു പാലം, ഒരു കലിങ്കം എന്തോ ആണെന്ന് തോന്നുന്നു, കാട്ടിലെ കലിങ്കാണ്. അപ്പോഴുണ്ട് ഈ കാക്ക ഈ ഇവരോട് കാണിക്കുന്ന കരുണ കണ്ടില്ലേ? ദിസ് ഈസ് ദ വേൾഡ്. ഇതാണ് നമ്മുടെ ലോകം. കർത്താവ് എന്താ പറയണത്? ഈ നമ്മൾ ദുഷ്ടമൃഗമാണ് കരടി എന്ന് പറയണം. കർത്താവ് പറയുന്നത് എന്താണ്? അവൻ്റെ ഉള്ളിലും കരുണയുണ്ട്. അതുകൊണ്ടാണ് ഈ 5:45 എഴുതിയിരിക്കണത്. മത്തായിയുടെ സുവിശേഷം 5:45 എന്താ പറയുന്നത്? ഞാൻ എല്ലാവരുടെയും കരുണ കാണിക്കും. എന്താ കരുണ കാണിക്കാൻ കാരണം? അവിടെ ഉള്ളിലൊക്കെ കരുണയുണ്ട്. ദുഷ്ടരുടെ മേൽ ഞാൻ മഴ പെയ്യിക്കും, ശിഷ്ടരുടെ മേൽ മഴ പെയ്യിക്കും, നീതിമാന്മാരുടെ മേൽ ഞാൻ വെയിലുദിപ്പിക്കും, നീതിരഹിതരുടെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. അപ്പം നീതിരഹിത കാണിച്ചാലും ചിലപ്പോൾ കരുണയുണ്ടാകും എൻ്റെ ഉള്ളിലെ. കരുണ ഒരു വലിയ ഗ്രേറ്റ് റിവാർഡാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ ഏറ്റവും നഷ്ടപ്പെട്ടത് കരുണയാണ്. അതുകൊണ്ടാണ് ഏറ്റവും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ട ആ പുളിമാവിനെ തിരിച്ചു കൊടുക്കുകയാണ് കർത്താവ്. അതിനുവേണ്ട അംഗീകാരമാണ് ന്യൂയോർക്കിൽ സംഭവിച്ചത്. ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കൊണ്ട് പരിശുദ്ധമ്മ ഓൺലൈൻ ഉടമ്പടി ചെയ്ത വ്യക്തിക്ക് ദൈവകരുണയുടെ ചിത്രം കൊടുത്തുകൊണ്ട് കോവിഡ് ഉടനെ സാജു എന്താ പറയണത്? അമ്മ പോയതിനു ശേഷം എൻ്റെ ട്യൂബെല്ലാം ഞാൻ ഊരി. എന്താണ്? നിനക്ക് ദൈവത്തിൻ്റെ കരുണയാണ് കിട്ടിയിരിക്കണമെന്ന് എൻ്റെ അർത്ഥം. ദൈവമാതാവിലൂടെ
ദൈവത്തിൻ്റെ കരുണയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രോഗം ഇപ്പോൾ സുഖപ്പെടും, നിനക്ക് വീട്ടിൽ പോകേണ്ടേ സാജു എന്ന് ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. എന്നിട്ട് ആരെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം പ്രാപിച്ചാലും ദൈവം പറയാം, മക്കളെ, ഞാൻ നിങ്ങളുടെ കരുണ കാണിച്ചതുപോലെ നിങ്ങളും നിൻ്റെ സഹപ്രത്യനോട് കരുണ കാണിക്കണമെന്ന്. ആ രോഗസൗഖ്യങ്ങളെല്ലാം കരുണയാണ്. എത്ര സൗഖ്യങ്ങളാണ്. ഇപ്പോൾ തത്സമയ ജപമാല എല്ലാ ദിവസവും നമ്മൾ ചൊവ്വാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തത്സമയ ജപമാലയില്ലേ? ജപമാലയ്ക്ക് വന്നിട്ട് എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയണത്. പക്ഷേ സാക്ഷ്യങ്ങൾ പറയുന്നവർ എല്ലാം അച്ഛൻ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ മക്കളെ? നിൻ്റെ ഭക്തിക്ക് കർത്താവ് തന്ന കരുണയാണത്, സുട്ടരോഗി കൊടുത്തതുപോലെ. പക്ഷെ നീ അതിനെ, ഭക്തിയെ, ആ കരുണയെ, ആ മനസ്സരിവിനെ ഒറ്റപ്പെട്ട സംഭവം മാറ്റാതെ അതിനെ നിലനിർത്തണം. എങ്ങനെ നിലനിർത്തും? ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടാവും. 2 പത്രോസിൻ്റെ 5, 6, 7 വചനങ്ങളില്ലേ? ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും, ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഉപവി പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത്. എന്തൊരു കേസൊക്കെ ആകാൻ പോണെന്ന് കേട്ടതൊക്കെ സങ്കടകരമായ അവസ്ഥയാണ്. ഓരോ വിഷയം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സന്മനസ്സുള്ളവരൊക്കെ സഹായിച്ച് കഴിയുമ്പോൾ പിന്നീട് സഹായം കിട്ടിയവരും സഹായം കൊടുക്കാനിടയായവരും തമ്മിലൊക്കെ കേസൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ അഭിപ്രായം അതൊക്കെ നിരുപാധികം അതൊക്കെ പിൻവലിച്ച് ഇപ്പോഴ് കുറച്ച് പൈസ ആ സഹോദരിക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, നല്ല കാര്യം. നിങ്ങൾ കൊടുത്തവരും കൊടുക്കാൻ ഇടയാക്കിയവരും ഒക്കെ ദൈവത്തിൻ്റെ ജോലിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പേരിൽ ഒരു ബോൾത്തായിലേക്കും സഹോദര സ്നേഹത്തിൻ്റെ കുറവിലേക്ക് ഒന്നും പോകണ്ട. കാര്യം നിങ്ങൾക്ക് ഇനിയും കഴിവുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ആൾക്കാരെ സഹായിക്കുക. അതിൻ്റെ പേരിൽ കാരുണ്യം പിടിച്ചു പറിച്ച് മേടിക്കേണ്ട കാര്യമില്ല. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ സുവിശേഷം 5:47 നിന്നോട് വ്യവഹരിച്ച് ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് സൂചിപ്പിക്കും. അവരോട് പറഞ്ഞങ്ങ് വ്യവഹാരമൊന്നും വേണ്ട, മേലങ്കി കൂടി കൊടുത്തേക്കാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കരുണ കാണിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. ആ ദൈവം കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും കരുണ കാണിക്കുകയും ഈ വ്യവഹാരത്തിലൂടെയും വഴക്കിലൂടെയും ഒക്കെ ദൈവം നിങ്ങളോട് കാണിക്കാൻ പോകുന്ന കരുണ ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ലേ എന്നാണ് എന്നെപ്പോലെയുള്ളവരുടെയൊക്കെ പ്രാർത്ഥന. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദമായി പോവുക. സമ്പത്തിൻ്റെ പേരിൽ ഒരു മുറിവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ഇനി അവർക്ക് ആവശ്യമുണ്ട്, കരളിൻ്റെ ഓപ്പറേഷനാണ് എങ്കിൽ അവരത് ചെയ്യട്ടെ. അതിനുശേഷം ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ, അതുപോലെ തന്നെ ഇനി കരളിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വീണ്ടും അതൊക്കെ ഇപ്പം കിഡ്നിയുടെ ഓപ്പറേഷൻ ചിലപ്പോൾ റിജക്റ്റ് ആകും. കരളിൻ്റെ ഓപ്പറേഷൻ ചിലപ്പോൾ കരൾ വെച്ചത് മാറ്റിവെച്ചത് റിജക്റ്റ് ആകും. അപ്പോൾ ആ കുഞ്ഞിന് അതിന് പേടിയുണ്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് സ്വാഭാവികമായ ഒരു പങ്കുവെക്കുന്നതിനുള്ളൊരു വിഘാതം വരണത്. പക്ഷെ അത് നിങ്ങൾ ക്ഷമിക്കുക. ഇനി എന്താണ് നമുക്ക് ലെറ്റസ് സി. അതിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. മനുഷ്യരാശിയുടെ മുമ്പിൽ എന്നും ദൈവദൃശ്യത്തിന് ഇത് വലിയൊരു സംഭവമാണ്. ആ തക്ക സമയത്ത് സഹായിച്ചവരും സഹായിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഒരുക്കി കൊടുത്തവരും എല്ലാം ചെയ്തത്. അതിൻ്റെ കൃപ നഷ്ടപ്പെടാതെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ ഈ ആരാധന വേദനയിൽ ഇനിയും നല്ല മരങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതുപോലെയുള്ള ഒരു സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാവാതിരിക്കാനും നമ്മൾ ഒരുമിച്ചാണ് എല്ലാത്തിനെയും അതിജീവിക്കുന്നത്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുടെ ഈ വലിയ ശുശ്രൂഷയാണ് ഇവിടെ അവസാനിക്കുന്നത്. ഈശോ പറഞ്ഞ ഒരു വചനം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധന രോഗസൗഖ്യത്തിലേക്ക് പ്രവേശിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. മത്തായിയുടെ സുവിശേഷം 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവിടേക്ക് കരുണ ലഭിക്കും. കരുണയുള്ള എല്ലാവരും, ഇനി ഭക്തിയുള്ള എല്ലാവരും സഹോദര സ്നേഹത്തിലൂടെയും ഉപവിയിലൂടെയും കാരുണ്യത്തിൻ്റെ സുവിശേഷമായി മാറി ദൈവകരുണയ്ക്ക് പാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അറിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അറിവു തോന്നണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വളരെ ഒരു സീരിയസ് ടൈമിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വീശിയടിക്കുന്ന ആരാധന പ്രാർത്ഥനയുടെ അഭിഷേക സമയമാണ്. ആദ്യം ശാരീരികമായ രോഗങ്ങളെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ ഓരോ രോഗങ്ങളെ കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ശക്തി അടിപ്പിണർ പോലെ വൈദാഖതം പോലെ ആ മേഖലയിൽ പ്രവർത്തിക്കും. കർത്താവ് മനസ്സലിയും. ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് വരും. അപ്പോഴൊക്കെ പറ്റുമെങ്കിൽ കൈ മാറ്റി ആ രോഗസ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കണം. മനസ്സിൽ എൻ്റെ ഈശോ എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ ഈശോ എൻ്റെ സൗഖ്യമേ എന്ന് വിളിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, എൻ്റെ ഈശോയെ എൻ്റെ സൗഖ്യമേ അടിപ്പണ പോലെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. അറിയാവുന്നൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണം, അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലണം, അറിയാവുന്നൊരു സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോഴേ കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഇപ്പോഴേ കർത്താവിനെ സുഖപ്പെടുത്തും. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ കരുണയുടെ പ്രവാചകയായി മാറും, ഞാൻ കരുണയുടെ പ്രവാചകനായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ടും ഞാൻ ക്രമീകരിക്കുന്ന കരുണയുടെ സുവിശേഷമായി ഞാൻ മാറുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് നീ രോഗസാധ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 നന്ദി, യേശുവേ മഹത്വം മഹത്വം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. കൈകൾ രോഗികൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൈകൾ മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമോ സ്വർഗസ്ഥനായ പിതാവോ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവർ യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ എൻ്റെ സൗഖ്യമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ യേശുവേ സ്വസ്ത്രം, ഹല്ലേലൂയ യേശുവേ സ്വസ്ത്രം, ഹല്ലേലൂയ. കർത്താവേ പ്രാർത്ഥിക്കാനുള്ള അരൂപിയെ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. പരിശുദ്ധമേ ദേവമാതാവേ, ഈ മനസ്സലിവിന് വേണ്ടി ഈ നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം മഹത്വം മഹത്വം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കാൻ കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ലോകമെമ്പാടും ഇപ്പോഴ് ശരീരത്തിന്റെ രോഗാവസ്ഥകളിലെ തൊട്ട് പ്രാർത്ഥിക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരം ഇപ്പോൾ സ്പർശിക്കണമേ. അസ്ഥിരോഗിയുടെ മേൽ കർത്താവേ, അങ്ങയുടെ വലതുകരം സ്പർശിക്കണമേ. അസ്ഥികളില് വളർച്ചയുള്ളവരെ, തേയ്മാനമുള്ളവരെ യേശുവേ ഇപ്പോൾ സ്പർശിക്കണമേ. ഞരമ്പുകളിലെ സിസ്റ്റുള്ളവരെ, ഞരമ്പ് ചുരുങ്ങിപ്പോയവരെ, വാൽവ് കേടായി വന്നവരെ, തോട്ടമില്ലാത്തവരെ, മരയിപ്പുള്ളവരെ, വാതരോഗികള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ധാരാളമായ നൽകിടും. ദൈവം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ധാരാളമായ വളരെ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഹൃദയവും കരളും അതുപോലെ പാങ്ക്രിയാസും തൈറോയിഡും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മക്കൾ അതാത് രോഗമുള്ളവർ കൈമാറ്റി മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. പ്രാർത്ഥിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൈറോയ്ഡ് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. ഈശോ, അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരത്താൽ തൈറോയിഡിനെ കർത്താവേ, ആ വേദന അനുഭവിക്കുന്നവരെ, മുഴയുള്ളവരെ, ടോൺസൈറ്റ് രോഗികളെ കർത്താവേ തൊണ്ടയിൽ സ്പർശിക്കണമേ. കർത്താവേ, ഹൃദയ രോഗികള് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവര് കർത്താവേ ഹൃദയത്തെ സ്പർശിക്കണമേ. അത്ഭുതകരമായി കർത്താവേ അവർ സുഖം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കരുണയുടെ മനസ്സരിവ് നൽകണമേ. പാങ്ക്രിയാസ് രോഗികള്, കരൾ രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. മഹോ രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. കരളിന് ലീക്കേജ് ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥതയിലെ മലാഖമാര്, വിശുദ്ധന്മാര്, പുണ്യവാന്മാര്, രക്തസാക്ഷികളെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിലെ കരൾ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള് സൗഖ്യമാകട്ടെ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറയുന്നവരെ, നടുവേലിന് വേദനയുള്ളവര് നടുവിന് കൈവെക്കുക. കിഡ്നി രോഗികളും നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലവേദനയുള്ളവർ ശിരസിന് കൈവെക്കുക. ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ വലിയ സൗഖ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നരവനായ ഉന്നതമായ നാമത്തിൽ സ്വതം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണേ കർത്താവേ. കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നിയിൽ കല്ലുള്ളവരെ, ക്രിയാറ്റിൻ കുടിപ്പോടുന്ന രോഗികളെ എല്ലാം അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. യേശുവിന്റെ പരിശക്തി മക്കളെ കൊടുക്കട്ടെ. പ്രഷർ രോഗികളെ, ഷുഗർ രോഗികളെ യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ ജയമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവേ. അമ്മേ പരിശുദ്ധമേ ജയമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിന് കരുണ ചെയ്യട്ടെ. പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളെ, തലവേദന അനുഭവിക്കുന്നവരെ കർത്താവേ, കണ്ണിന് വേദനയുള്ളവരെ, അസ്ഥികളിലെ ദ്വീപുള്ളവരെ, സിസ്റ്റ് രോഗികളെ യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ശരീരം ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുന്ന കുറേ രോഗികൾ, ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ ചെറിയ കുരുക്കളില്ലേ, വെള്ളം മുറ്റിയ കുരുക്ക്, അതല്ല, ഇത് ചൊറി പോലെ കിടക്കുന്ന കുരുക്കളാണ്. ശരീരത്തിൽ വന്നിട്ട് ഇടയ്ക്കങ്ങനെ വരും, പിന്നെ അത് ചൊട്ടിപ്പോകും, പിന്നെയും വരും, ഇങ്ങനെ ശരീരം മുഴുവൻ. അങ്ങനെയുള്ള രോഗികളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ രോഗികളുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ, അത് ത്വക്ക് രോഗികളെ, വിസർപ്പ് രോഗികളെ, അതുപോലെ തന്നെ സോറിയാസിൻ്റെ അസുഖമുള്ളവർ, അങ്ങനെയുള്ള ചൊറി, ചിരങ്ങ്, അങ്ങനെയുള്ള രോഗികൾ, ചുണങ്ങ് വരെയുള്ള രോഗികൾ, എപ്പോഴും ഇങ്ങനെ അലർജി രോഗികളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവേ, കർത്താവ് ത്വക്ക് രോഗികളുടെ മേൽ കർത്താവ് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ കർത്താവ്. ചൊക്ക് രോഗികളെ, ചുലങ്ങ് രോഗികളെ, ചിരങ്ങ് രോഗികൾ കർത്താവ്, ചുണങ്ങ് രോഗികൾ കർത്താവ്, വിശപ്പ് രോഗികൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവ്. ചൊരി പോലെ അസുഖങ്ങൾ വേണ്ടവരുന്നവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഉണ്ടാകുന്നവർ, അലർജി ഉണ്ടാകുന്ന മെറ്റൽ അലർജികൾ, പലതരത്തിലുള്ള ത്വക്കലർജികൾ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ ത്വക്ക് രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴേ പ്രാർത്ഥനയുടെ സമയത്ത്, അതായത് കൈകാല് അനങ്ങാത്ത ആൾക്കാരുണ്ട്, ചിലപ്പോൾ കൈ സ്റ്റക്കുമായി പോകുന്നവരുണ്ട്, അങ്ങനെയുള്ള രോഗികളുണ്ട്. അതായത് ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, കരഞ്ഞു പോയാൽ അങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. ഭയങ്കര അപകടത്തിൽപ്പെട്ട ഇതുപോലെ സ്റ്റിഫായി പോകുന്ന ശരീരഭാഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, the fair finger, suck with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മരവിപ്പ് രോഗങ്ങൾ, ഉളുക്ക് രോഗങ്ങൾ, കർത്താവ് സ്റ്റിഫായി പോകുന്ന എല്ലാ രോഗങ്ങളെ, പേശികളെ, അസ്ഥികളെ, സന്ധികളെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം അതാണ്.
അതായത് ഈ ദിവസങ്ങൾ കൃപാസനം വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് പോയവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ഇപ്പോഴേ അവർക്ക് എല്ലാം A+ കിട്ടി, പക്ഷേ എവിടെ പോകണമെന്ന് അറിയാൻ പാടില്ല, എവിടെ പഠിക്കണമെന്ന് അറിയത്തില്ല. ചിലർക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഇനി ട്രൈ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ട് ഇനി തിരിച്ച് കിട്ടുമോയെന്ന് അറിയത്തില്ല. സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്, വാടകയ്ക്ക് പോണവരുണ്ട്, പാട്ടത്തിന് താമസിക്കുന്നവരുണ്ട്, ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ചേർത്ത് പിടിക്കണം. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യമല്ലാതെ വേറെ എന്ത് വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള അൾത്താറയിൽ നിങ്ങൾ ഈ സമയം സമർപ്പിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾ മുഴുവൻ പ്രാർത്ഥനകളെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ അങ്ങനെ തിരുസന്നിധിയിലെ കർത്താവ് കൃപാസനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും, പ്രാർത്ഥനാ സഹായങ്ങളെയും, രോഗങ്ങളെയും, ജീവിത ആവശ്യങ്ങളെയും കർത്താവെ അങ്ങനെ തിരുസന്നിധിയെ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരുണ അതിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, കർത്താവെ ജീവിത പങ്കാളിയുമായിട്ട് പേര് പിരിച്ച് താമസിക്കുന്നവർ, അതിന് കേസ് പറഞ്ഞിരിക്കുന്നവർ, കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കർത്താവ് പ്രളയത്തിൽ വേദനിക്കുന്നവർ, കർത്താവ് കടൽ കയറി കുടുംബങ്ങൾ മുങ്ങിപ്പോയിട്ടുള്ള ചെല്ലാൻ പോലെയുള്ള വ്യത്യസ്തമായ ഇടങ്ങളിൽ കർത്താവ് എല്ലാം ശാശ്വതമായ പരിഹാരം അവർക്കുണ്ടാകാൻ വേണ്ടി കർത്താവ് ദിനത്തിൻ്റെ മുഴുവൻ രോഗങ്ങളിൽ കണ്ണുനീരുകൾ കർത്താവ് ഇനി എല്ലാം അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരൊക്കെ ആവശ്യിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ശുശ്രൂഷയുടെ സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വിഷയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ അച്ഛൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ ആശീർവാദ സമയം ഈശോയ്ക്ക് സമർപ്പിക്കുക. ആ മേഖലയിൽ നിങ്ങൾക്ക് സാക്ഷികളാകാനും സാക്ഷ്യം പറയാൻ കഴിയും. സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ശുശ്രൂഷ ഇന്ന് തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് കണ്ടിട്ടുള്ളവരും യൂട്യൂബിൽ കണ്ടിട്ടുള്ളവരും ഇപ്പം തന്നെ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം മഹത്വപ്പെടരുത്. അപ്പോൾ ദൈവം നിങ്ങളെയും മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കരങ്ങൾ വീശി അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആവേ ആവേ മരിയ, ആവേ ആവേ ആവേ